ഒരാൾക്ക് എപ്പോഴാണ് മാനസിക രോഗം ആണ് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? അയാൾക്ക് ഡെയിലി ഫങ്ഷൻസിൽ അയാളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കുളിക്കാനും കഴിക്കാനും ഒന്നും ഡെയിലി ഫങ്ഷൻസ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റുള്ളവർക്കോ തനിക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴാണ് അയാളുടെ മെൻ്റൽ ഡിസോർഡറാണ്, അയാൾക്ക് മാനസിക രോഗമാണ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മാനസിക രോഗം ഉണ്ടാവുന്നത്? ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ട്രോമ ഉണ്ടായി, ലൈഫിൽ എന്തെങ്കിലും ട്രോമ കാര്യങ്ങൾ ഉണ്ടായി, നെഗ്ലക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അപ്പോഴും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ബ്രെയിനിൽ ഇംബാലൻസ്, ന്യൂറോ കെമിക്കൽസിൻ്റെ ഇംബാലൻസ് കൊണ്ടുമൊക്കെ ഈ ഒരു മാനസിക രോഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് മാനസിക രോഗിയെക്കുറിച്ച് കുറ്റം പറയുക, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് ഇപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് എന്നൊക്കെ പറയില്ലേ ചിലവരെ. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയത്? അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ടാണ്, അതും സൊസൈറ്റി കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈപ്പോളർ ആയാലും ഫോബിയ ആയാലും ആൻസൈറ്റി ആയാലും OCD ആയാലും മാനിയ ആയാലും എന്തായാലും അതൊക്കെ ഉണ്ടാകുന്നത് ട്രോമ കൊണ്ടും ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ രോഗികൾക്ക് പറയാനുള്ളത് എന്താണോ അത് നമ്മൾ കേൾക്കുക. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും. അവരൊന്ന് അടുത്ത് പിടിച്ചിരുന്നാൽ അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് കേൾക്കുക. അവരുടെ വിഷമം കൊണ്ടും അവരുടെ പ്രയാസം കൊണ്ടുമാണ് അവർക്ക് അങ്ങനെ ആയി വന്നത്. അതുകൊണ്ട് ഫാമിലി സപ്പോർട്ട് മസ്റ്റായിട്ടും സൊസൈറ്റിയുള്ള സപ്പോർട്ടൊക്കെ നല്ലോണം വേണം. സൊസൈറ്റി എപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യല്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ശരീരത്തിന് മുറിവ് ബാധിച്ചു, നമ്മളെ കായൊന്നും ഒടിഞ്ഞു അല്ലെങ്കിൽ കാലൊന്നും ഒടിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിന് താളം തെറ്റിയാൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. റിക്വസ്റ്റാണ്, ഈ മെൻ്റൽ ഡിസോർഡറുള്ള ആൾക്കാരെ മനസ്സിലാക്കണം. അവർക്ക് സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് ഒറ്റപ്പെടലും പരിഗണനയില്ലായ്മയും നെഗ്ലക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരാൾ പോലും നമ്മൾ കാരണം ഒരു മെൻ്റൽ ഡിസോർഡറായ പേഷ്യൻ്റായിട്ട് മാറരുത്, അവരുടെ ജീവിതം ഇല്ലാതാവരുത്, ജീവൻ ഇല്ലാതാവരുതെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലാണ് നമ്മുടെ സൊസൈറ്റിയെ മാറ്റാൻ പറ്റുള്ളൂ. ഒരിക്കലും അവിടെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരുടെ ബിഹേവിയർ ചിലപ്പോൾ ദേഷ്യം വരും, സങ്കടം വരും, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോന്നില്ല. പക്ഷേ അത് അവരുടെ തോട്ട്സും കാര്യങ്ങളും ന്യൂറോൺസിൻ്റെ കെമിക്കൽസിൻ്റെ ഒക്കെ ഇംബാലൻസ് കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ്. സോ നമ്മളത് മനസ്സിലാക്കുക, അവരെ രക്ഷിക്കാൻ നോക്കുക. നമ്മൾ കാരണം ഒരാളെങ്കിലും രക്ഷിക്കാൻ നോക്കുക. ചുറ്റുപാടുണ്ടാകുന്ന എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.